പേരാലിൽ മണികെട്ടി പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന കാട്ടിൽ മേക്കതിൽ ദേവി. ഇത് വെറും മണികളല്ല, ഒരുപാട് മനുഷ്യരുടെ നോവുകളുടെ, നിവേദനങ്ങളുടെ അടയാളമാണ്. കണ്ണം നടച്ചുപിടിച്ച് പ്രാർത്ഥനാനിരതനായി നിന്നാൽ ഒരുപാട് പേരുടെ തേങ്ങലുകൾ, നെടുവീർപ്പുകൾ, പ്രാർത്ഥനകൾ, നന്ദിയോടെയുള്ള പുഞ്ചിരികൾ ഒക്കെയും നമുക്ക് കേൾക്കുവാൻ കഴിയും, അനുഭവിക്കുവാൻ കഴിയും. അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ നിന്നുദ്ഭവിച്ച് ഈ പേരാലിനെ തഴുകി ഓരോ മണിനാദങ്ങളുടെയും അഴൽ ശ്രീകോവിലിനുള്ളിൽ അമ്മയുടെ കാതുകളിലെത്തിക്കുന്ന ജോലി ഏറ്റെടുത്ത് ഓരോ ഭക്തനെയും തഴുകിപ്പോകുന്ന കടൽക്കാറ്റ്. അമ്മയുടെ ഈ പുണ്യനടയിൽ വരുവാനുള്ള ഭാഗ്യം മന്ത്രയ്ക്കും ലഭ്യമാക്കിയ കാട്ടിൽ മേക്കതിൽ പരാശക്തിക്ക് മന്ത്രയുടെ സ്തുതി. ഈ മണികൾ കാറ്റത്താടി ഉലഞ്ഞ് അമ്മയുടെ കാതുകളിൽ മന്ത്രിക്കുന്നത് ഇവിടെ വന്നു പോകുന്നവരുടെ ആവലാതികളും അപേക്ഷകളും പ്രാർത്ഥനകളുമാണ്. അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ കെട്ടുമ്പോൾ അത് ഓരോ സ്വപ്നങ്ങളാണെന്ന് അമ്മയ്ക്കും നന്നായിട്ടറിയാം. കൊല്ലം ജില്ലയിലെ ചവറ പന്മനയിലാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രമുള്ളത്. കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം. കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരുത്താണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലുമാണ്. ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ ഒരുപാട് മനുഷ്യരുടെ ജീവിതവും സ്വത്തുകളും കവർന്നെടുത്തപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ. ഈ ഭാഗങ്ങൾ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല എന്നത് കാട്ടിലമ്മയുടെ ശക്തി സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശങ്കരമംഗലത്തു നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവിൽ എത്തിച്ചേരാം. അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിലെത്തിച്ചേരാം. തികച്ചും സൗജന്യമായിട്ടാണ് ഈ ജങ്കാർ യാത്ര ക്ഷേത്ര അധികൃതർ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് വാഹനങ്ങളിൽ വരുന്നവർക്ക് വേണ്ടി ജങ്കാർ കടവിൽ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി കാറിൽ തന്നെ ക്ഷേത്ര നടയിലെത്തുവാനും വഴിയുണ്ട്. കരുനാഗപ്പള്ളിയിൽ ലാലാജി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പണിക്കര കടവ് പാലം, അവിടെ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞാൽ തീരദേശ റോഡ് വഴി ക്ഷേത്രത്തിലെത്താം. റോഡ് അല്പം ചുറ്റാണ്, 6-7 കിലോമീറ്റർ അധികം ഓടേണ്ടി വരും. റോഡും മോശമാണ്. ആ വഴി നിരോധിത മേഖലയാണ്. പകൽ മാത്രമേ അതുവഴി പ്രവേശനമുള്ളൂ. രാത്രി 8 മണിക്ക് ശേഷം ആരെയും കടത്തിവിടില്ല. കാരണം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അവിടം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലാണ്. അതുവഴി പോയാൽ മറ്റൊരു ഗുണം, പോകുന്ന വഴിയിൽ മറ്റ് 2 ക്ഷേത്രങ്ങൾ കൂടി ദർശിച്ചു പോകാമെന്നതാണ്. കടലിനും കായലിനും മധ്യത്ത് സ്ഥിതി ചെയ്യുന്ന പൊന്മന ശ്രീ ദുർഗാദേവി ക്ഷേത്രവും മറ്റൊന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രവുമാണ്. കാട്ടിൽ മേക്കതിലെത്തുവാനുള്ള യഥാർത്ഥ വഴി കടവ് കടന്ന് തന്നെയാണ്. കടവ് കടന്നാൽ 100 മീറ്ററിനുള്ളിൽ തന്നെ കാട്ടിലമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴി തന്നെയാണ് എപ്പോഴും സുഖമം. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയ ഉപദേവതകളും ഇവിടെയുണ്ട്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിൻ്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടുവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് വിശേഷ ദിവസങ്ങൾ. അന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. രാവിലെ 5 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ് ക്ഷേത്ര ദർശനം. വഴിപാടിൽ പ്രാധാന്യമുള്ളത് ഉദ്ദിഷ്ടകാര്യത്തിനുള്ള മണിനേർച്ച തന്നെയാണ്. വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ നേരം കൊടിയിൽ കെട്ടിയിരുന്ന മണിയിലൊരെണ്ണം താഴെ വീണത് കണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടിയെന്നും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അഭിവൃദ്ധി ഉണ്ടായെന്നും കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീപ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തുവെന്നാണ് വായ്മൊഴി. മണി പേരാലിൽ കെട്ടിയുള്ള നേർച്ചയുടെ തുടക്കം ഇങ്ങനെയാണ് എന്നാണ് ഐതിഹ്യം. മണികെട്ട് നേർച്ചയ്ക്കായി ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും 30 രൂപ നൽകി റെസിപ്റ്റ് എടുക്കണം. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം.
ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജാരി പൂജിച്ചു നൽകുന്ന മണിയുമായി പേരാലിന് 7 തവണ പ്രദക്ഷിണം വയ്ക്കുക. അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടിലോ മണി കെട്ടുന്നതാണ് ആചാരം. തുടർച്ചയായി 7 ദിവസങ്ങൾ അല്ലെങ്കിൽ 7 ആഴ്ച അല്ലെങ്കിൽ 7 മാസം കാട്ടിലമ്മയുടെ നടയിൽ വന്ന് മണികെട്ടി പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യം ഫലവത്താകും എന്നാണ് പരക്കെ പറയപ്പെടുന്നതെങ്കിലും അങ്ങനെ ഒരു നിഷ്ഠ ഇല്ല എന്നാണ് മന്ത്രയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആഗ്രഹം സഫലമായ ശേഷം ദേവിയോടുള്ള ആദരസൂചകമായി ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവും കാണുന്നുണ്ട്. ഭക്തന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അവൻ്റെ പ്രവൃത്തികളും. അതുകൊണ്ട് തന്നെ എത്ര എണ്ണം കെട്ടണമെന്നോ എത്ര നാൾ കെട്ടണമെന്നോ പ്രത്യേകിച്ച് ഒരു നിഷ്ഠയുമില്ല. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. 1 തൊട്ട് 1000 മണികൾ വരെ കെട്ടുന്നവരുണ്ട്. ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല. ചരട് ദ്രവിച്ചു വീഴുന്ന മണികൾ യഥാസമയം മാറ്റുകയാണ് ചെയ്യുക. നിവേദ്യങ്ങളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നിവേദ്യമാണ് ചതുർശതം. വർഷത്തിൽ 1 തവണ ദേവിക്കായി തന്ത്രി നടത്തുന്ന അമൃതത്താണിത്. ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമായി വിശ്വസിക്കപ്പെടുന്നു. ആണ്ടിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഭഗവതിയുടെ മഹാനിവേദ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുന്നതിന് ദേവസ്വം കൗണ്ടറിൽ മുൻകൂട്ടി രസീത് അടച്ച് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. മണികെട്ട് നേർച്ച പോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് പൊങ്കാല. കേരളത്തിലെ ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും പൊങ്കാല വഴിപാട് ദിനവും നടക്കുന്നുണ്ട്. എന്നാൽ കാട്ടിലമ്മയുടെ നടയിലെത്തുന്ന ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹം പോലെ എത്ര മണി വേണമെങ്കിലും കെട്ടാമെന്ന പോലെ തന്നെ എത്ര പൊങ്കാല വേണമെങ്കിലും സമർപ്പിക്കാം. ഇവ രണ്ടും കൂടി ഒന്നിച്ചു നടത്തുകയോ ആവാം. പൊങ്കാലയും മണികെട്ട് നേർച്ചയും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടന്നു വരുന്നതാണ്. സന്താനഭാഗ്യം ലഭിക്കാനായി ദമ്പതികൾ പേരാലിൽ തൊട്ടിൽ കെട്ടുന്ന പതിവുണ്ട്. ഇതുവഴി സന്താന ഭാഗ്യം സിദ്ധിച്ച ഭക്തർ നിരവധിയാണ് എന്നത് തന്നെ അമ്മയുടെ കടാക്ഷവും ശക്തിയും ഊട്ടിയുറപ്പിക്കുന്നതാണ്. വൃശ്ചിക മാസത്തിലെ 1 മുതൽ 12 ദിവസങ്ങളാണ് ഇവിടുത്തെ ഉത്സവം. 1001 കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്തുവരും. കുടുംബസമേതം കുടിൽ കെട്ടി ഭജനമിരിക്കുന്ന ഭക്തർ 3 നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കുന്നതാണ് ചിട്ട. വൃശ്ചികം 12 നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്തെ കണ്ട് തൊഴുത ശേഷമേ ക്ഷേത്രപരിസരം വിട്ടുപോകാറുള്ളൂ. ഈ 12 ദിനവും ഓരോ കുടിലിലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കാറുണ്ട്. ദേവിയുടെ തിരുനാളായ രോഹിണി ദിവസം വിശേഷാൽ പൂജകൾ, മണ്ഡലകാലം പ്രമാണിച്ച് വൃശ്ചികം 14 മുതൽ ധനുമാസം 12 വരെ ഭാഗവത പാരായണം, വിശേഷാൽ പൂജകൾ എന്നിവയെല്ലാം നേർച്ചകളായി നടത്തുവാൻ കഴിയും. അഹസ് പൂജയും ഉത്സവ ദിവസങ്ങളിൽ വഴിപാടായി നടത്താവുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട്. അന്നദാനം മഹാദാനം. കടലിനോട് വളരെ ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടത്തെ കിണർ ഒരത്ഭുതമാണ്. ചരിത്രഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി 3 പനകളും 2 കുളങ്ങളും ഉണ്ടായിരുന്നു. ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിൽ ഒന്ന് ക്ഷേത്രത്തിനോട് ചേർന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ്. ഇതിൻ്റെ പിന്തുടർച്ച എന്നോണം ഇപ്പോഴും 5 കിണറുകളും 1 പനയും ക്ഷേത്ര പരിസരത്ത് കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതാണ്. മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത്. കാട്ടിൽപ്പടിറ്റ എന്ന കുടുംബമാണ് ദേവീ ചൈതന്യം ചമ്പക്കുളത്ത് നിന്ന് എത്തിച്ചതെന്നാണ് വിശ്വാസം. ദേവി മാലയിൽ എന്ന തറവാട്ടിലെ കിടാവിളക്ക് കണ്ട് തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. ഇപ്പോഴും ഈ കിടാവിളക്കിന് തൊഴുത ശേഷമാണ് ഭക്തർ ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നത്. ദിനവും അനേകം ഭക്തജനങ്ങൾ അമ്മയുടെ നടയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വന്നു പോകാറുണ്ട്. അമ്മയുടെ മുന്നിലെത്തുന്ന ഓരോ ഭക്തൻ്റെയും ഉള്ളിലെ വേദനയും വിങ്ങലും അറിയുവാൻ വേണ്ടിയും അവൻ്റെ മോഹങ്ങളുടെ മണികിലുക്കവും കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടെ ആകെ ഒരു കുളിർക്കാറ്റായി ചുറ്റിത്തിരിയുന്നുണ്ട്. ഈ പുണ്യഭൂമിയിൽ നിന്ന് തിരികെ ജങ്കാറിലേക്ക് കയറുമ്പോൾ മന്ത്രയുടെ അവലാദികളുടെയും ആഗ്രഹങ്ങളുടെയും മണികിലുക്കം പേരാൽത്തറയിലിരുന്ന് അമ്മ കേൾക്കുന്നുണ്ടാവും. ഇനി വൃശ്ചിക മാസത്തിൽ അമ്മയുടെ നടയിൽ മന്ത്ര തിരികെ എത്തും വരെ ആ മണിനാദം അറബിക്കടലിൻ്റെ കാറ്റിൽ ലയിച്ച് അമ്മയുടെ ചെവികളിൽ വന്ന് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ വിശ്വാസികൾക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.